അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു സ്പോട്ടിലേക്ക് പോകും. അത് ഞാൻ സർപ്രൈസ് ആയിട്ട് വെക്കുകയാണ്. കാരണം ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും മഴയൊക്കെയുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആണോ നമുക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ? നമ്മൾ കുറച്ചധികം ദിവസമായില്ലേ ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു വയ്യായ്മയൊക്കെ വന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂരിലെ ബൂനിലെ ബസ് സ്റ്റേഷനിലാണേ. നമ്മളൊരു 5 days മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ബസ്സിലാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര. ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. രാത്രി 11 മണിക്കായിരുന്നു നമ്മുടെ ബസ്. കറക്റ്റ് സമയത്ത് തന്നെ ബസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സെമി സ്ലീപ്പർ ബസ്സായിരുന്നു. നമുക്ക് ഏകദേശം 6 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. നമ്മളിതിനു മുമ്പ് മലേഷ്യയിലെ JBയിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ വുഡ്ലാൻഡ് ചെക്ക് പോയിന്റ് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ തുലാസ് ചെക്ക് പോയിന്റ് വഴിയാണ് കേട്ടോ പോകുന്നത്. ഇത് വാഷ്റൂമിലൊക്കെ പോകാനും നമുക്ക് ഇനി എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഇടയിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണേ. മലേഷ്യ അത്യാവശ്യം വലിയൊരു കൺട്രിയാണ്. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കോലാലംപൂരാണ് വിസിറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോൾ അവിടെ ബാത്തു കേവ്സിലൊക്കെ കുറച്ച് റിനോവേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ് കേട്ടോ നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര കോലാലംപൂരിലേക്കല്ല, കോലാലംപൂർ വഴി കാമറൂൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ്. ഏകദേശം 4:30 നമ്മൾ കോലാലംപൂർ ബസ് സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് 8 മണിക്കാണ് നമുക്ക് കാമറൂൺ ഹൈലൻഡ്സിലോട്ടുള്ള അടുത്ത ബസ് ഉള്ളത്. KL ടു കാമറൂൺ ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സൊക്കെ റെഡ് ബസ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിംഗപ്പൂർ ടു KL നമ്മൾ 2 പേർക്ക് ബസ്സിന് ഏകദേശം 71 സിംഗപ്പൂർ ഡോളറാണ് നമുക്ക് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് കാമറൂണിലേക്ക് 2 പേർക്ക് ഏകദേശം 34 സിംഗപ്പൂർ ഡോളറുമാണ് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. നല്ല ഒരു അടിപൊളി ബസ് സ്റ്റേഷനായിരുന്നു കേട്ടോ ഈ KL ഉണ്ടായിരുന്നത്. ഒരു മിനി എയർപോർട്ട് പോലെയൊക്കെയാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് നമ്മളിവിടെ കൗണ്ടറിൽ കാണിച്ചിട്ട് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഈ ബാർകോഡ് സ്കാൻ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കുറച്ചധികം സമയം നമ്മളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ടൈം ആയപ്പോൾ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ ചെയ്തത്. ബസ്സൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ KL നിന്ന് കാമറൂണിലെ തനാരാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ ബസ് കയറിയിട്ടുള്ളത്. നമ്മുടെ ഹോട്ടൽ തനാരാത്തിൽ നിന്ന് വീണ്ടും ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ടും ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടൊക്കെ നമ്മുടെ ഈ യാത്ര സാധാരണ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വാഷ്റൂമിലൊക്കെ പോകാനും വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നിർത്തിയതാണ് കേട്ടോ ഇവിടെ. ഇത് ന്യൂലി ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ നമ്മൾ കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ബസ്സിലോട്ട് തിരിച്ചു കയറി. ഏകദേശം 11 മണിയോട് കൂടിയിട്ട് നമ്മൾ കാമറൂൺ ഹൈലൻഡ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി തനാരാത്തയിൽ എത്തിയിട്ടോ. ഇവിടെ നിന്ന് നമ്മളൊരു ടാക്സി വിളിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. നോവ ഹോട്ടൽ എന്നാട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ഇനി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് സമയം നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. അവർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് സ്റ്റാഫൊക്കെ വന്ന് നമുക്ക് റൂം കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ റൂം അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് നമ്മളൊരു റൂം ചേഞ്ചൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് സമയം നമുക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ലഞ്ച് ടൈം ആയി. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ടർക്കിഷ് ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണേ. നമ്മളൊരു ചിക്കൻ സൂപ്പും മട്ടൺ മക്ലുബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ 2 പേർക്കും ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ചിക്കൻ സൂപ്പ് കുഴപ്പമില്ല എന്ന് പറയാം. ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും അധികം കിട്ടിയില്ല കേട്ടോ. ഒരു കോൺ സൂപ്പൊക്കെ കഴിക്കുന്ന പോലെയാണ് തോന്നിയത്. മട്ടൺ മക്ലൂബ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് മട്ടൺ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നത് വഴുതനങ്ങ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ സ്റ്റോക്കാണ് തോന്നുന്നു അതും. പിന്നെ ഒരു പിക്കിൾ പോലുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ആ പിക്കിൾ അത്യാവശ്യം നല്ലൊരു എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ റൈസ് അടിപൊളിയായിരുന്നേ. നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ. നമ്മൾ 2 ദിവസമാണ് കാമറൂണിൽ ഉണ്ടായിരുന്നത്. ആ 2 ദിവസം നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണം കഴിച്ചത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ടോ. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. ഇനിയൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ബോട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീ പ്ലാന്റേഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാബ് വഴി ഒരു ടാക്സി ബുക്ക് ചെയ്തു. എന്നിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ബോട്ടിലോട്ട് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. 1929 J.A. റുസൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിട്ടീഷ് എൻ്റർപ്രണറാണ് ഈ ബോ പ്ലാന്റേഷൻ സ്ഥാപിക്കുന്നത്. ചൈനയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബൊഹിയ ടീൽസ് നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ പ്ലാന്റേഷന് ബോ പ്ലാന്റേഷൻ എന്ന് പേര് വരുന്നത്. മലേഷ്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ടീ പ്രൊഡ്യൂസേഴ്സാണ് കേട്ടോ ഈ ബോ.
നമ്മുടെ ഹോട്ടലിൽ നിന്ന് വെറും 2.5 കിലോമീറ്ററാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമറോൺ വിത്ത് അനിത. നമ്മളിപ്പോൾ മലേഷ്യയിലാണുള്ളത്. മലേഷ്യയിലെ ക്യാമറൂൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേ കുറേയൊക്കെ നമ്മൾ ട്രാവലിങ്ങുമായിട്ട് പോയി. നമ്മളിത് ഉച്ചയ്ക്കായി ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മളിവിടെ ക്യാമറൂൺ ഹൈലൻഡിലുള്ളൊരു ഹോട്ടലാണ് താമസം. ഹോട്ടലിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം നമുക്ക് ഹോട്ടൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായി. നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാമറൂൺ ഐലൻഡിലെ ഫസ്റ്റ് സ്പോട്ടിലെത്തി ഇരിക്കുകയാണ്. ബോട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇതൊരു ടീ പ്ലാന്റേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാമറൂൺ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഊട്ടിയൊക്കെ, നമ്മുടെ നാട്ടിൽ ഊട്ടിയുടെയൊക്കെ ഒരു സ്റ്റൈലാണ്. ടീ പ്ലാന്റേഷൻ അങ്ങനത്തെ ഇതൊക്കെ തന്നെ കാണാനുള്ളത്. ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഭയങ്കര തണുപ്പുള്ള ക്ലൈമറ്റാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഏകദേശം 20 ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത്. അത് 15 ഡിഗ്രിയുടെ അടുത്തോട്ട് താഴെ വരെ പോകുമെന്നാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സിംഗപ്പൂരിലെ ഒരു ചൂടുള്ള ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു നല്ലൊരു തണുപ്പുള്ള ക്ലൈമറ്റിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നിനി ഏതൊക്കെ സ്ഥലങ്ങൾ പോകാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം നമ്മൾ കവർ ചെയ്യും. നാളെയും കൂടി നമ്മളിവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു സ്പോട്ടിലേക്ക് പോകും. അത് ഞാൻ സർപ്രൈസായിട്ട് വയ്ക്കുകയാണ്. കാരണം ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അധികം വീഡിയോസൊന്നും ഞാൻ ആ സ്ഥലത്തെ പറ്റിയിട്ട് പ്രത്യേകിച്ച് മലയാളത്തിൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. കുറച്ചൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോയി വിസിറ്റ് ചെയ്തിട്ട് നമ്മളത് പറയാം, റിവ്യൂ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക വീഡിയോസിന് വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോസ് എല്ലാം കാണിക്കാം. അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് എത്ര ബഡ്ജറ്റായി ഈ ട്രിപ്പിന്, പിന്നെ ഇവിടുത്തെ മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ഒരു വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബോട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ വണ്ടിയിൽ വന്ന് ഇറങ്ങി താഴത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് കയറി പോകണം. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെയിലൊക്കെ മങ്ങി ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. ഭയങ്കര എക്സ്ട്രീം തണുപ്പായിട്ടുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടി തണുപ്പൊക്കെ കൂടി കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ച് ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ഇവിടെ. മലേഷ്യയിലും ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ നമുക്ക് ഒരുപാട് ലോക്കൽസിനെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞ പോലെ ഉയർന്ന പ്രദേശം, നല്ല തണുത്ത കാലാവസ്ഥ, ധാരാളം മഴ ലഭിക്കുന്ന കാലാവസ്ഥ, ഇതൊക്കെയാണ് കേട്ടോ ടീ പ്ലാന്റേഷൻ അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ലോകത്തെമ്പാടും സാമ്പത്തിക മാന്ദ്യം നേരിട്ടിരുന്ന സമയത്തും പോലെ ടീ പ്രൊഡക്ഷനെ അത് കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ കയറി പോകുന്നത് ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഈ വ്യൂ പോയിന്റ് ഉള്ളത്. കൂടാതെ അവിടെ ടീ പൗഡർ വിൽക്കുന്ന 2-3 ഷോപ്പുകളും ടീ ഫാക്ടറിയും ആ ടീ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ പൗഡർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവേ. രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെയാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള വിസിറ്റിംഗ് ടൈം. ഓരോ സീസൺ അനുസരിച്ച് ഈ ടൈമിങ്ങിൽ മാറ്റം വരാം. നമ്മൾ വെക്കേഷൻ ടൈമിൽ പോയതുകൊണ്ടായിരിക്കാം നമ്മൾ പോയ സമയത്ത് 6:30 വരെ ഇത് ഓപ്പൺ ആണെന്ന് കേട്ടോ നമ്മുടെ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത്. അതുപോലെ പബ്ലിക് ഹോളിഡേയ്സ് ഒഴികെ ബാക്കി എല്ലാ ദിവസവും ട്യൂസ്ഡേ മുതൽ സൺഡേ വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുക. മൺഡേസ് സാധാരണ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ നമ്മളിതേ മുകളിൽ എത്തിയിട്ടോ. ഈ റെസ്റ്റോറൻറ്റ് കടന്നിട്ട് വേണം നമ്മുടെ വ്യൂ പോയിന്റിൽ എത്താൻ. ഈ സമയമായപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ സന്ധ്യ ആയപ്പോഴത്തേക്കും തണുപ്പ് ചെറുതായിട്ട് കൂടി തുടങ്ങി. കോടയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ടേ. ഇനി നമ്മൾ നേരെ പോകുന്നത് ടീ ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ കാണാം. എന്തായാലും നമുക്ക് ടീ ഫാക്ടറി പോയി കണ്ടു വന്നതിന് ശേഷം ഈ ഷോപ്പിലൊന്ന് കയറി നോക്കാം കേട്ടോ. ഈ ഇരിക്കുന്നത് ഐസ് ടീ ആണ്. ഓർച്ചാഡ് സ്പ്ലാഷ്, ലെമൺ ലൈമ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഫ്ലേവറിലെ ഐസ് ടീസ് നമുക്കിവിടെ കാണാം കേട്ടോ. അതുപോലെ ഡിഫറെൻറ്റ് കളറിൽ ഡിഫറെൻറ്റ് പാക്കേജസിൽ ഒരുപാട് ഗ്രീൻ ടീസും നമുക്കിവിടെ കാണാവേ. നമ്മൾ ഫാക്ടറിയിലോട്ട് പോകുന്ന വഴിക്ക് മൊത്തം ബോർഡ് ഹിസ്റ്ററി ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അന്നത്തെ കാലത്തെ ചില ഫോട്ടോഗ്രാഫ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് ചെറിയ ക്രിസ്മസ് ഡെക്കറേഷൻസും നമുക്ക് കാണാം.
ഈ കാണുന്നത് തേയില പൊടിച്ച് ചായപ്പൊടി ആക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടീ ഫാക്ടറി. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടീ ഫാക്ടറിയിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ടൈമിംഗ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. 4:40 ലാസ്റ്റ് എൻട്രി. നമ്മൾ എത്തിയപ്പോഴേക്കും 4:45 ആയി. നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും, ടീ ഫാക്ടറി. അപ്പോൾ അതിനുള്ള ടൈമിംഗ് ആണ്, ഈ ടൈമിങ്ങിലേ പറ്റുള്ളൂ. ഇപ്പോൾ സമയം 4:52 അതായത് 4:40 വരെയാണ് നമുക്ക് ലാസ്റ്റ് വിസിറ്റ് ഉള്ളത്. സോ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫാക്ടറി. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് തേയില പറിച്ചിട്ട് എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരും. അങ്ങനെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന തേയില ചായപ്പൊടി അവിടെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ, ഒരു റെഡ് കളറ്. അവിടെയാണത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതാണ് ഫാക്ടറി സ്റ്റോർ. നമുക്ക് ആ ഫാക്ടറി ടൂർ ചെയ്യാൻ പറ്റാഞ്ഞത് വലിയ കഷ്ടമായിട്ടോ. നമുക്ക് അവിടുത്തെ ആ ടൈമിങ്ങിനെ പറ്റിയിട്ട് അറിയണ്ടായിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി സ്ഥലങ്ങൾ കണ്ടാൽ മതിയായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ടൈമിനെ പറ്റി അറിയാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഗാർഡൻ ടീ ലീവ്സ്, അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഫാക്ടറിയിൽ നിന്നുള്ള യങ് ബഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടീ പൗഡറാണിത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില. ഈ ഇത് കണ്ടോ, ഇതിന് 35 റിംഗറ്റ് ഉണ്ട് വാല്യൂ. അവിടെ മറ്റേതിനൊക്കെ ഏകദേശം ഒരു 11 റിംഗറ്റൊക്കെ വരുള്ളൂ. ഇതിന് നല്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഈ ഒരു ടീ ബാഗ് എടുക്കാം. ഇതൊരു ചെറിയ പാക്കറ്റാണ് കേട്ടോ. ഇതിന് ഒരു 3.25 റിംഗറ്റ്സ് ആണ് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഒരു ടീ ബാഗ് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ താഴെയുള്ള ഒരു തമിഴ് ടെമ്പിളാണ് കേട്ടോ ഈ കാണുന്നത്. ഏകദേശം 3/4 മണിക്കൂറോളം നമുക്ക് ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ക്യാബ് വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതേ ക്യാബിൽ തന്നെയാണ് കേട്ടോ നമുക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ഗ്രാബിൽ ക്യാബ് ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം ഈവനിങ് ആയല്ലോ, ക്ലോസിങ് ടൈമൊക്കെ ആയി. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ക്യാബ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നെക്സ്റ്റ് പോയത് ഫ്ലോറ പാർക്കിലോട്ടാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെയും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാബിന് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് കേട്ടോ നമുക്ക് അവിടെ കറക്റ്റ് ടൈമിൽ എത്താൻ കഴിയാഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി. ക്യാബിന് വേണ്ടിയിട്ട് എത്രയും ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കളയണത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും റെൻറ്റഡ് വെഹിക്കിളോ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിക്കണം. നമുക്കിതൊരു പുതിയ സ്ഥലമാണ്, വലിയ ധാരണയില്ല ഈ സ്ഥലങ്ങളെ പറ്റിയിട്ടൊന്നും. ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നതും. നമ്മുടെ ഫ്രണ്ട്സിനോട് അന്വേഷിച്ചും യൂട്യൂബിൽ വീഡിയോസ് കണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളോടും അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിലെ സ്റ്റാഫുമാരോ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന ടാക്സിയിലെ ഡ്രൈവർ ചേട്ടന്മാരോടൊക്കെ അന്വേഷിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളും പറ്റാറുണ്ട്. എന്നാൽ നിങ്ങളിനി ഇങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നത്. ഒരു നൈറ്റ് ലൈഫ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ. രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടുത്തെ കടകളൊക്കെ അടച്ചു തുടങ്ങും. അതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടുകളാണെങ്കിൽ അത് മാക്സിമം ഒരു 6 മണി 6:30 വരെയൊക്കെയാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ബസ് ഇറങ്ങിയ തനാരാത്ത എന്ന് പറഞ്ഞ സ്ഥലത്തും ഹോട്ടൽ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഒരു ടൗൺ ഏരിയയാണ്. പക്ഷേ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ചുകൂടി മാറി ബ്രിൻചാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുന്ന് വളരെ അടുത്താണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മുടെ ഹോട്ടലിന് താഴെ തന്നെ ബൈക്ക് റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ബൈക്കും ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹോട്ടലിലോട്ട് എത്തിയത്. ഇന്നലത്തെ യാത്രയുടെ നല്ല യാത്രാക്ഷീണമുണ്ട്, നല്ല ടയേർഡാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം കിടക്കണം. താഴത്തെ ആ ടർക്കിഷ് ഹോട്ടൽ രാത്രി 10 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനു മുമ്പ് ഞാൻ നമ്മുടെ റൂം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു, പക്ഷെ നമ്മുടെ ബാൽക്കണി ഒട്ടും നീറ്റ് ആയിരുന്നില്ല കേട്ടോ. അത് മാത്രമാണ് നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിലെത്തി. ഞാൻ റൂം
സ്പേഷ്യസ് ആണ് റൂം. നമ്മൾ ഇരിക്കുന്നതാണ് ഒരു ക്യൂൻ ബെഡാണിത്. അങ്ങനെ ഒരു ബെഡ് സൈസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ലിവിങ് ഏരിയ പോലെ ഒരു ഏരിയ, അവിടെ ഒരു സോഫ ഇട്ടുണ്ട്, അവിടെയാണ് TV ഒക്കെ ഉള്ളത്. പിന്നെ കയറി വരുമ്പോൾ ഒരു ഏരിയ, പിന്നെ സൈഡിലായിട്ട് ബാത്റൂം. അങ്ങനെയാണ് റൂം. ഞാൻ എന്തായാലും റൂം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. കബോർഡും ഒരു ഫുൾ മിററും ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ അത്ര നമ്മുടെ ഒരു ബാൽക്കണി അത്ര നീറ്റായിട്ട് നമുക്ക് തോന്നില്ല. ഇവിടെ എപ്പോഴും മഴയൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ഒക്കെയാണ്. അപ്പൊ അതിൻ്റെ ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സ്റ്റിൽ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു നീറ്റ്നെസിന്റെ കാര്യത്തിൽ എന്ന് പറയാം. നമ്മൾ അഗോഡ വഴിയാണ് ഈ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു 3 സ്റ്റാർ ഹോട്ടൽ എന്നാണ് കേട്ടോ അഗോഡയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് സിംഗപ്പൂർ ഡോളർ ഒരു 41 സിംഗപ്പൂർ ഡോളറാണ് ഈ റൂമിനായത്. സ്റ്റിൽ നമ്മൾക്ക് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം 3 മണിയാണ്. നമ്മൾ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്തു. സോ ഏർലി ചെക്ക് ഇൻ ആയിരുന്നു. അപ്പൊ അതിന് അവർ ഒരു 30 റിംഗറ്റ് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലസ് ഒരു 3 റിംഗറ്റ് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ചാർജ് തൊട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ഹോട്ടൽസിലും അങ്ങനെയാണ് അവർ വാങ്ങുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അത് GST ഉൾപ്പെടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അഗോഡയിൽ GST എല്ലാം കൂടിയിട്ടാണ് നമ്മൾ 41 ഡോളർ പേ ചെയ്തത്. ഇവിടെ വന്നാൽ ഇപ്പോൾ ഒരു 30 റിംഗറ്റ് ഏർലി ചെക്കിൻ ഫീ, പിന്നെ ഒരു 3 റിംഗറ്റ് ഗവൺമെന്റ് ചാർജും നമ്മളടുത്ത് വാങ്ങിയിട്ടാണ്. നമ്മൾ ബുക്ക് ചെയ്തത് ഒരു ട്വിൻ ബെഡ് സ്യൂട്ട് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ക്യൂൻ സൈസ് ബെഡിന് പകരം 2 സിംഗിൾ ബെഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ റൂം അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് നമ്മളവരുടെ അടുത്ത് ഒന്ന് റൂം മാറ്റി തരണം എന്ന് പറഞ്ഞു. ക്യാൻസലേഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക്. സോ നമ്മൾ മാറ്റി തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഈ റൂം തന്നത്. സെയിം റൂം തന്നെയാണ്, സെയിം സ്ട്രക്ചറൊക്കെ തന്നെയാണ് റൂം. ബെഡ് മാത്രം ക്യൂൻ സൈസ് ബെഡാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് റൂമിനെ പറ്റിയിട്ടുള്ള നമ്മുടെ റിവ്യൂ. രാത്രി 11 മണിക്ക് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് കണ്ട കാഴ്ചയാണ് കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങി, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയി കടന്നുറങ്ങട്ടെ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.